ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന വായനയും പഠനവും മനനവും ധ്യാനവും നമ്മുടെ ജീവിതമാകുന്ന സംസ്കൃതിക്ക് ഒരു നല്ല കീർത്തനത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ സൽകീർത്തനങ്ങളാണല്ലോ. നമുക്കെല്ലാവർക്കും പാടാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു ഗാനം കീർത്തനമാകണമെങ്കിൽ, ആ കീർത്തനം സൽകീർത്തനമാകണമെങ്കിൽ അതിലെ ആശയങ്ങളും ധാരകളുമൊക്കെ ആഴമേറിയതാകണം. സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത അതാണ്. ആയിരക്കണക്കിന് കീർത്തനങ്ങളുണ്ടെങ്കിലും അതിലെ നല്ല കീർത്തനങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠമായ ധ്യാന സമുച്ചയമാണ്, ജ്ഞാന സമുച്ചയമാണ്, പ്രാർത്ഥനാ സമുച്ചയമാണ് സങ്കീർത്തനങ്ങൾ. ഈ എപ്പിസോഡിൽ പഠനത്തിനായി 14 സങ്കീർത്തനം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. സങ്കീർത്തന മാധുരി. 14 സങ്കീർത്തനം എഴുതിയത് ദാവീദ് രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു സങ്കീർത്തനങ്ങളെപ്പോലെ തന്നെ ഈ സങ്കീർത്തനവും നമ്മളുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്ന, ചിലതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, ചിലതൊക്കെ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആശയങ്ങളുടെ ഒരു കലവറയാണിത്. 14 സങ്കീർത്തനം ഞാനൊന്ന് വായിക്കുകയാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരാരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോടവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹൃദ്യമായ ഒരു സങ്കീർത്തനമാണിത്. ദൈവമില്ല എന്ന് പറയുന്ന ഒരു മൂഢസങ്കല്പത്തെപ്പറ്റി പറഞ്ഞ് സങ്കീർത്തനക്കാരൻ ഇവിടെ സങ്കീർത്തനം ആരംഭിക്കുകയാണ്. ആ മൂഢൻ്റെ സ്വഭാവ വിശേഷത എന്തെന്നും ആദ്യത്തെ വാക്കിൽ തന്നെ പറയുന്നു. നമ്മൾ പലരെയും മൂഢന്മാരെന്ന് പറയാറുണ്ട്, വിഡ്ഢികളെന്ന് പറയാറുണ്ട്. തിരുവചന സാക്ഷ്യത്തിൽ മൂഢനെന്ന് പറയുന്നത് ഭൗതികമായ അറിവ് കുറയുന്നവനെയല്ല, അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ളവനെയല്ല, ദരിദ്രനെയല്ല. ദൈവമില്ല എന്ന് ആര് പറയുന്നുവോ അവനാണ് മൂഢൻ. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നിരീശ്വരവാദികളൊക്കെ പറയും, എന്തിനാ റമ്പാച്ച ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തെ വിളിക്കുന്നത് എന്തിനാണ്? നന്മ ചെയ്ത് ജീവിച്ചാൽ പോരെ? 19-ാം നൂറ്റാണ്ടിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ചിന്താധാരയുടെ പ്രയോക്താവായിരുന്ന പെട്രാർക്ക്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉയർത്തിപ്പിടിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു. നമുക്ക് ദൈവമൊന്നും വേണ്ട, മതം വേണ്ട, മതസങ്കല്പങ്ങൾ വേണ്ട,
അതല്ലാതെ ജീവിക്കാം, നന്മ ചെയ്ത് ജീവിക്കാം. അന്ന് അങ്ങനെ പറയാനുണ്ടായൊരു കാരണമുണ്ടായിരുന്നു. ആഴത്തിൽ പഠിച്ചവർ, മാനവികതയിൽ മുങ്ങിയവർ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതങ്ങൾ പലതും പഠിപ്പിക്കാൻ തുടങ്ങി. മതസങ്കല്പമെന്ന് പറയുന്നത് മതം സൃഷ്ടിക്കുന്ന ഒരു ദൈവ ചിന്താധാര. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, മതവും ശാസ്ത്രവും ഒക്കെ ഈ ലോകത്തിന് വേണം, നവോത്ഥാനം വേണം. മതം വേണ്ട എന്ന് പറയുന്ന ശാസ്ത്രത്തിന് ഒരു കണ്ണ് കാണത്തില്ല. ഈ മതമെന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്നത് പോലെ മതം പൊട്ടുന്ന അനുഭവത്തിലാകാതിരുന്നാൽ മാത്രം മതി. ദൈവത്തിൻ്റെ സ്വഭാവമായി, ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമായി മതചിന്തകളായി തീരുമ്പോൾ അത് പ്രസക്തമായി തീരും. ദൈവം പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മതവും അതിൻ്റെ തലവന്മാരും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവമില്ലാത്ത അനുഭവം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ദൈവമില്ലാത്ത മൂഢസങ്കല്പത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാനുണ്ട്. ഒന്ന്, വിശ്വാസികളെന്ന് അഭിമാനിച്ച്, ദൈവത്തിൻ്റെ അടുപ്പക്കാരെന്ന് അഭിമാനിച്ച് എല്ലാ തിന്മകളും ചെയ്ത്, അശുദ്ധികൾ ചെയ്ത് ഒരു മൂഢസ്വർഗത്തെ സൃഷ്ടിക്കരുത്. എന്ന് വെച്ചാൽ ലോകം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ദൈവത്തിൻ്റെ അടുപ്പക്കാരനെന്ന് പറഞ്ഞിട്ട് ഇവനിൽ നിന്ന് വരുന്നത് ദൈവമില്ലാത്ത അനുഭവമാണല്ലോ. അതുകൊണ്ട് മൂഢന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ഇന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരാധനകളും പഠനങ്ങളുമൊക്കെ ദൈവത്തെ അകറ്റുന്ന തലത്തിലേക്കായിത്തീരരുത്. എല്ലാ മേഖലയിലും ഇന്ന് ആഡംബരങ്ങൾ വളർന്നു വരികയാണ്. പ്രാർത്ഥനകളുടെ ദൈർഘ്യം കൂടുന്നുണ്ട്, ആലയങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നുണ്ട്, വ്യാപ്തി വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ദൈവമില്ലാത്ത ദേവാലയങ്ങളും ദൈവമില്ലാത്ത വേദശാസ്ത്രവും മനുഷ്യനെ സ്നേഹിക്കാത്ത ആരാധനയും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പ്രായോഗിക വരട്ട് സിദ്ധാന്തങ്ങളുമൊക്കെ ഇന്ന് മതത്തിൻ്റെ പടിവാതിലുകളിൽ മുട്ടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ ഹൃദയത്തിൽ പറയുന്നു. അതിന് നമ്മൾ പങ്കാളികളാകുന്നുണ്ടോ? കാരണക്കാരാകുന്നുണ്ടോ? ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസം, ദൈവമില്ല എന്നുള്ള അന്ധകാര അനുഭവം പറഞ്ഞു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണരുതേ എന്നുള്ളൊരു ആശയം കൂടി അതിൻ്റെ നടുവിലുണ്ട്. രണ്ടാമതായി, ഞാനും നിങ്ങളുമൊക്കെ എന്ത് നേടിയാലും ഉറവ മറക്കാനിടയാകരുത്. പ്രിയമുള്ളവരെ, ദൈവം എന്താണെന്നും ദൈവം എങ്ങനെയാണെന്നും ഒന്നും വാക്കിലൂടെ പറയാൻ പറ്റത്തില്ല, അതനുഭവിച്ചറിയണം. സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ മതപുരോഹിതന്മാരോ നേതാക്കന്മാരോ മതത്തിൻ്റേതായ വ്യർത്ഥമായ അനുഭവങ്ങളോ കണ്ട് ദൈവം വേണ്ട എന്ന് പറയരുത്. പ്രിയമുള്ളവരെ, ഒരു മനോഹരമായൊരു പുഷ്പം, ആ പുഷ്പം മനോഹരമാണ്, അതിന് സുഗന്ധമുണ്ട്, കാഴ്ചയ്ക്ക് മനോഹാരിതയുള്ളതാണ്, ആകർഷണീയതയുണ്ട്. പക്ഷേ അത് നിൽക്കുന്ന സ്ഥാനം ഒരു ദുർഗന്ധമുള്ള സ്ഥലത്താണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് നല്ല റോസാപ്പൂവിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ ഒന്നും സുഗന്ധം കിട്ടണമെന്നില്ല. ആ പ്രദേശത്തൂടി വരുന്ന കാറ്റിൻ്റെ സ്വാധീനപ്രകാരം റോസാപ്പൂവിൻ്റെ സുഗന്ധവും മുല്ലപ്പൂവിൻ്റെ സുഗന്ധവുമൊക്കെ മാറി മറ്റെന്തോ ഒരു ദുർഗന്ധം വരികയാണ്. പ്രിയമുള്ളവരെ, ആ താൽക്കാലികമായി വരുന്ന കാറ്റിൽ നിന്ന് കിട്ടുന്ന ദുർഗന്ധം മൂലം റോസാപ്പൂവ് അല്ലാതാകുന്നില്ല. മുല്ലപ്പൂവ് ദുർഗന്ധം പരത്തുന്ന ചെടിയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇന്ന് ദൈവമില്ല എന്ന് പറയുന്നവരുടെയൊക്കെ പലപ്പോഴുമുള്ള ഒരു അനുഭവം അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുള്ള, അവർ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ ചില നെഗറ്റീവ് കൊണോട്ടേഷൻസ് ഉള്ളതാണ്, വൈരുദ്ധ്യാത്മകതകളുള്ളതാണ്. അതുകൊണ്ട് ദൈവം വേണ്ട എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അവരുടെ ജീവിതചര്യകൾ അങ്ങനെ ആയിപ്പോയി, അവർ കണ്ടത് ആ രീതിയില്ല. പ്രിയമുള്ളവരെ, ഓരോന്നും നമ്മൾ കാണുന്നതിനനുസരിച്ച കാഴ്ചയും കേൾവിയും സാഹചര്യങ്ങളുമൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥയുണ്ടാകും.
പണ്ട് ഒരപ്പനും മകനും കൂടി സന്ധ്യയാകാറായ സമയത്ത് വഴിത്താരയിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പന് മകൻ്റെ ശ്രദ്ധയെ പെട്ടെന്ന് ആകാശത്തിലേക്ക് ആകർഷിച്ചിട്ട് പറഞ്ഞു, മോനെ മേപ്പോട്ട് നോക്കിക്കേ, നല്ലൊരു കാഴ്ച, അമ്പിളിമാമൻ്റെ പൂർണ്ണരൂപം, നീ ഒന്ന് നോക്കിക്കേ. അവൻ മേപ്പോട്ട് നോക്കി. അവൻ അമ്പിളിമാമനെ കാണുന്നില്ല. പിന്നെയും പറഞ്ഞു, മോനെ ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ വിരൽ ചൂണ്ടുന്നിടത്തോട്ട് നോക്കിക്കേ, നിനക്ക് കാണാൻ പറ്റുമോ നോക്കിക്കേ. അവൻ വീണ്ടും നോക്കി, കണ്ടില്ല. ഇതിങ്ങനെ 3-4 തവണ ആവർത്തിച്ചു. അപ്പൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നിൻ്റെ കണ്ണ് കാണത്തില്ലയോ, നീ എങ്ങോട്ടാണ് നോക്കുന്നത്, ഞാൻ ചൂണ്ടുന്നിടത്തോട് നോക്കരുതോ. അപ്പൻ്റെ ക്ഷമ ആ കെട്ട് വിട്ടുപോയി, ദേഷ്യപ്പെട്ടു. ഉടനെ ഈ മകൻ ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് അപ്പൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത, എടാ എൻ്റെ മോൻ എന്നേക്കാൾ കിളരം കുറഞ്ഞതാണ്, എനിക്ക് കിളരമുണ്ട്. അവൻ്റെ വലിപ്പത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അപ്പൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അപ്പന് മനസ്സിലായി തൻ്റെ മകൻ അമ്പിളിമാമനെ കാണാതിരിക്കാനുള്ള കാരണം അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, ആ മരത്തിൻ്റെ ഒരു മറവുണ്ട്. പക്ഷേ തനിക്ക് പൊക്കമുള്ളത് കൊണ്ട് ആ മറവ് തന്നെ സ്വാധീനിച്ചില്ല. ആ മരത്തിൻ്റെ മറവ് കൊണ്ട് അമ്പിളിമാമനെ ആ പൂർണ്ണ ബിംബത്തെ കാണാൻ തക്കവണ്ണം പറ്റാതെ പോയതുകൊണ്ടാണ് തൻ്റെ മകനെ അതിനെ ആ ഒരു നിരാശയിലേക്ക് പോയതും കരയാനിടയായെന്നുമെന്ന് അപ്പന് മനസ്സിലായി. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ദർശനങ്ങളൊക്കെ ഇങ്ങനെയാകണം പ്രിയമുള്ളവരെ. ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു മൂഢലോകത്തെ സൃഷ്ടിക്കുവാൻ നമ്മൾ തയ്യാറാകരുത്. ഒരുപക്ഷേ പ്രിയമുള്ളവനെ, നീ ആസ്വദിക്കുന്ന സുഗന്ധവും നീ ആസ്വദിക്കുന്ന കാണേണ്ട കാഴ്ചകളും ഇതുവരെയും കണ്ടിട്ടില്ല. അതൊക്കെ നീ ഹൃദയംഗമായിട്ട് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ നിന്ദിക്കത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലുമുണ്ടല്ലോ, ഒരു ദൈവചൈതന്യം വേണം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഓർത്തോണം, പല പ്രതിസന്ധികൾ ഒരുപാട് വരുന്നുണ്ട്. കൊലപാതകങ്ങൾ വരുന്നുണ്ട്, കത്തിക്കുത്ത് നടക്കുന്നുണ്ട്, കള്ളത്തരങ്ങളും അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവത്തിൻ്റെ വലത്തുമിടത്തും ഇരിക്കുന്നവരെന്ന് അഭിമാനിക്കുന്നവരൊക്കെ തന്നെയല്ലയോ പലപ്പോഴും ഇതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സഹോദര, ഒരു കാര്യം ആലോചിച്ചോണം, ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ട് നിൻ്റെ ദൈവസങ്കല്പം നീ രൂപപ്പെടുത്തരുത്. ഒരു മനുഷ്യൻ്റെ വാക്കോ ഒരു ഗുരുവിൻ്റെ വാക്കോ ഒരു ആത്മീക പിതാവിൻ്റെ വാക്കോ കണ്ടുകൊണ്ട് നിൻ്റെ ഭക്തി നീ വിലയിരുത്തരുത്, ഡെവലപ്പ് ചെയ്യാൻ തക്കവണ്ണം ശ്രമിക്കരുത്. മറിച്ച് അതിനേക്കാളൊക്കെ ഉപരിയായി നിനക്ക് ദൈവം തരുന്നൊരു ദർശനമുണ്ടാകും. ഹൃദയത്തോട് ദൈവം സംസാരിക്കും പ്രിയപ്പെട്ടവരെ, മനസ്സിനോട് ദൈവം സംസാരിക്കും. ചിലപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, ചിലപ്പോൾ സ്വപ്നമായിട്ടാകാം, മനസ്സിൽ അങ്കുരിക്കുന്ന നന്മകളായിട്ടാകാം. ദൈവമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പോലും ഒരു ദരിദ്രനെ കാണുമ്പോൾ ഒരിറ്റ് കണ്ണുനീര് വരുന്നെങ്കിൽ, തളർന്നു കിടക്കുന്നവനെ കാണുമ്പോൾ ആശ്വസിപ്പിക്കാൻ തോന്നുന്നെങ്കിൽ അവനിലൊരു ദൈവിക ചൈതന്യമുണ്ട്. അവൻ വാക്കുകൊണ്ടേ പറയുന്നുള്ളൂ ദൈവമില്ല എന്ന്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന്. പക്ഷേ അവരിൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഭവമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഭക്തനായിട്ടൊരാളെ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും വേദപുസ്തകം വായിക്കണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഭൗതികമായ രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് നേരിട്ടറിയാം, ചിലരൊക്കെ ഉണ്ട്, ലോകം മുൻപിൽ അവരൊന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ അല്ലെന്ന് തോന്നിപ്പോവും. പക്ഷേ ഒരു വാക്ക് പ്രാർത്ഥിച്ചാലും കണ്ണുനീരൊഴുക്കുന്നവർ, ദുരിതമനുഭവിക്കുന്നവൻ്റെ മുൻപിൽ പൊട്ടിക്കരയുന്നവൻ, തനിക്കുള്ളതെല്ലാം എടുത്തു കൊടുത്താലും ജീവൻ തന്നെ വെടിഞ്ഞാലും നന്മ ചെയ്യാൻ ഓടുന്നവൻ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ആ തമ്പുരാൻ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ആട്ടിൻ പറ്റത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട്, എൻ്റെ ഈ തൊഴുത്തിലില്ലാത്ത കുറേ ആടുകൾ എനിക്കുണ്ട്. ആ ആടുകളെ നമ്മൾ കണ്ടെത്തണം. വിശ്വാസം എന്നൊക്കെ പറയുന്നത് വെറുതെ ചില പ്രായോഗിക വക്താക്കളുടെ പിന്നാലെ പോകുന്നതല്ല, എന്തെങ്കിലും എഴുതി വെച്ചത് വ്യർത്ഥമായി ഉരുവിടുന്നതല്ല, മറിച്ച് ശ്വാസത്തിൽ വിശുദ്ധി നിലനിർത്തുന്ന ഒരു അനുഭവമാകണം. വിശുദ്ധമായ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന അനുഭവം, അതാ വിശ്വാസം, അതാണ് സാക്ഷ്യം. ഇന്ന് വിശുദ്ധിയില്ലാത്ത വിശ്വാസവും വിശ്വാസമില്ലാത്ത വിശുദ്ധിയും, വിശ്വാസമില്ലാത്ത കുടുംബജീവിതവും, വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയും, വിശ്വാസമില്ലാത്ത
സാക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് വെല്ലുവിളിയാണ്. ദാവീദിൻ്റെ വാചകം ഹൃദയത്തിൽ പതിക്കട്ടെ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ലാത്തവൻ മൂഢനാണ്. ദൈവമില്ലാത്തവന് നന്മ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവമേ, ഞാൻ മൂഢനാണോ ബുദ്ധിമാനാണോ? ദൈവമുണ്ടേ എന്ന് പറഞ്ഞ് തിന്മകൾ ചെയ്ത് അശുദ്ധി ചെയ്ത് മൂഢത്വത്തിൽ ജീവിക്കുന്ന അനുഭവത്തിലാണോ ഞാൻ പോകുന്നത്? അതോ വലിയ ഭക്തനൊന്നുമല്ല, വലിയ ബുദ്ധിമാനും മിടുക്കനുമൊന്നുമല്ല, എങ്കിലും എനിക്ക് ദൈവത്തോടുള്ള വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളും ഓർത്തോണം. ലോകം വിശ്വാസിയെന്നും അറിവുള്ളവനെന്നും ഭക്തനെന്നും വിലയിരുത്തിയിട്ടുള്ള ചില മൂഢന്മാരുണ്ട്. ലോകം ദൈവമില്ലാത്തവനെന്നും അഭക്തനെന്നും കൊള്ളരുതാത്തവനെന്നും വിലയിരുത്തപ്പെടുന്ന ആരുമറിയാത്ത ചില ഭക്തന്മാരും ജ്ഞാനികളുമുണ്ട്. നിങ്ങളും ഞാനും ഏത് ഗണത്തിലാണ്? എന്നെ നിങ്ങളെയും ദൈവം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്വന്തമായിട്ട് ചിന്തിച്ചാട്ട്, ഹൃദയംഗമായിട്ട് ചിന്തിച്ചാട്ട്. 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. അവൻ വളരെ സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞനുമൊക്കെയാണ്. അവൻ ഭൂമിയിലേക്ക് നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പലതിൻ്റെ പിന്നാലെയും അന്വേഷകന്മാരായിട്ട് പോകാറുണ്ട്. പല കാര്യങ്ങളും തിരഞ്ഞു കണ്ടുപിടിക്കാൻ പോകാറുണ്ട്. മനുഷ്യൻ കണ്ടുപിടിക്കാൻ പോകുന്നത് പല കാര്യങ്ങളാണ്. രഹസ്യങ്ങൾ, തന്ത്രങ്ങൾ, ഭൗതികമായ വിജയത്തിനുള്ള കാര്യങ്ങൾ, അങ്ങനെ ജോലി കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഇവയൊക്കെ മനുഷ്യൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. മനുഷ്യൻ കണ്ടുപിടിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവനൊരു ശാസ്ത്രജ്ഞനായിട്ട് മാറുകയാണ്. ഉള്ള കാര്യങ്ങൾ ലോകത്തുണ്ട്, എന്നാൽ ആരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ പറയാറുണ്ട്, അവരൊരു ഡിസ്കവറി നടത്തിയെന്നാണ്. ഒരു ഡിസ്കവറി നടത്തി. അത് ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, കണ്ണിൽ ആരുടെയും പതിഞ്ഞിട്ടില്ല, അവനാണ് കണ്ടെത്തിയത്. എന്നാൽ മറ്റു ചിലതുണ്ട്, പുതിയതായി ചിലത് സൃഷ്ടിക്കുന്നുണ്ട്. ദൈവ സൃഷ്ടിയിൽ നിന്ന് പലതിൻ്റെയും കൊയിനേജോടുകൂടി പുതിയത് സൃഷ്ടിക്കുന്നു. അതൊരു ഇൻവെൻഷനാണ്. അതുകൊണ്ട് ആ ഡിസ്കവറിയും ഇൻവെൻഷനും തമ്മിൽ വ്യത്യാസമാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ ഈ കണ്ടുപിടുത്തം എന്തായിരിക്കും? നമ്മൾ പലതും ഇൻവെൻഷനായി വിലയിരുത്തും, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ലോകത്തുണ്ട്. അവൻ പുതിയത് കണ്ടുപിടിക്കുകയാണ്, പുതിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുകയാണ്. ഒരു എൻക്വയറിങ് സ്പിരിറ്റ്, ഒരു അന്വേഷണത്വര, അത് മനുഷ്യനുണ്ട്. അതോടൊപ്പം എൻ്റെ ദൈവത്തിനും ഒരു അന്വേഷണത്വരയുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തെങ്ങുമില്ലാത്ത ഏതൊരു സാധനം നാം കണ്ടുപിടിക്കുന്നതിനേക്കാളും, ഒരു പുതിയ സാധനം സൃഷ്ടിക്കുന്നതിനേക്കാളും, ഒരു പുതിയ മൂലകത്തിന് രൂപകൽപ്പന കൊടുക്കുന്നതിനേക്കാളും പ്രയാസമാണ് പ്രിയമുള്ളവരെ ദൈവത്തിന് ബുദ്ധിമാനെ കണ്ടെത്താൻ. നമ്മൾ ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർ ബുദ്ധിമാന്മാരാണോ? ഭൗതികമായ ബിരുദങ്ങൾ ഒത്തിരി ഉണ്ടാകും, ചുമതലകൾ ഒത്തിരി ഉണ്ടാകും, ഉത്തരവാദിത്വങ്ങൾ ഒത്തിരി ഉണ്ടാകും. അതുള്ളത് കൊണ്ട് ഒരുത്തനും ബുദ്ധിമാനാകത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് നോക്കുകയാണ്. അതിൻ്റെ മറുപടി പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. അപ്പം ദൈവത്തിൻ്റെ ആ അന്വേഷണത്തിലുള്ള മറുപടി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം നോക്കിയെങ്കിലും ഒരുവനെയും കണ്ടെത്തുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്തൊക്കെയോ ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അടുപ്പക്കാരാണ്, ഭക്തന്മാരാണ്, വിശുദ്ധരാണ്, നിർമ്മലന്മാരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ വിലയിരുത്തി ചിലരൊക്കെ മൂഢന്മാരും ദൈവമില്ലാത്തവരും എന്നാണ്. ദൈവത്തിൻ്റെ നോട്ടത്തിൽ ദൈവമില്ല എന്ന് പറയുന്നവനും ദൈവമുണ്ടെന്ന് പറയുന്നവനും തമ്മിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. കാരണം അത് ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല, ആഴത്തിലേക്ക് കടക്കുന്നില്ല, യഥാർത്ഥ ഭക്തിയിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ പോലുമില്ല. നിങ്ങൾ ഞാനുമൊക്കെ നന്നാകേണ്ട തലങ്ങൾ ഒരുപാടുണ്ട് പ്രിയമുള്ളവരെ. ഒന്നിലും അഭിമാനിക്കാനില്ല, ഒന്നിലും നിറഞ്ഞവരെന്ന് അവകാശപ്പെടാനില്ല. ദൈവം തന്നെ പറയുകയല്ലേ,
അത് സങ്കീർത്തനക്കാരൻ എഴുതിയെങ്കിലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തല. അല്ലയോ സങ്കീർത്തനക്കാരാ, അല്ലയോ ഭക്ത, ഞാനൊരുപാട് പേരെ നോക്കി, പക്ഷെ ഒരുത്തനെ പോലും കാണുന്നില്ല. ഒരാളെങ്കിലും കാണണ്ടേ പ്രിയമുള്ളവരെ? ദൈവം ബുദ്ധിമാനെന്ന് കാണുന്ന, ദൈവം ഭക്തനെന്ന് കാണുന്ന ആ കൂട്ടത്തിൽ ചേർക്കപ്പെടാൻ ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ വേണം. ഒരുപക്ഷെ ആ ഒരു വ്യക്തി ആകുവാനുള്ള ശക്തിയും ശേഷിയും കഴിവൊന്നും നമുക്ക് കാണത്തില്ല. പക്ഷേ കുറേ പേരുടെ കണ്ണുനീരുകളും നിലവിളികളും ചേരുമ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ആത്മീയത, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മീയത ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. നമ്മൾ ഓർത്തോണം, ഒരുവൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മുടെ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്. ഈ കോടാനുകോടി ജനങ്ങളിൽ ചിലരുടെ അനുഭവങ്ങളെങ്കിലും വെളിയിലേക്ക് വരണം. നന്മകൾ വെളിയിലേക്ക് വരണം. നന്മ ചെയ്യുന്നവരെ ശക്തീകരിക്കണം. കാരണം ദൈവത്തിനൊരുവനെ കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയുള്ളൊരു അനുഭവത്തിലേക്ക്, മാർഗത്തിലേക്ക് നിങ്ങൾക്കും നമുക്ക് മുന്നേറാം. നമ്മളുടെ പ്രാർത്ഥനയും ആരാധനയും ഭക്തി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിത്തറ മാത്രമേ ആകത്തുള്ളൂ. ദൈവം കാണുന്ന ഒരു പുരുഷനാകുവാൻ, ഒരു സ്ത്രീയാകുവാൻ, ഒരു വ്യക്തിയാകുവാൻ ഇനിയും നമ്മൾ ഒരുപാട് വളരണം. ആദിമകാലത്ത് യഥാർത്ഥത്തിൽ ഈ മിഷണറിമാരൊക്കെ ഓടിയത് അതിനുവേണ്ടിയായിരുന്നു. ദൈവത്തിൽ തികഞ്ഞവരാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഓട്ടം പലരുടെയും ജീവിതത്തിലുണ്ടായിരുന്നു. ആ ഒരു ശ്രമം ഉണ്ടാകണം. വീണ്ടും തുടർന്ന് പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് പറയുന്നത് അവരറിയുന്നില്ല. അപ്പം തിന്നുന്നത് പോലെ എൻ്റെ ജനത്തെ അവർ തിന്നുകളയുകയാണ്, അവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമ്മുടെ ലോകത്ത് വളർന്നു വരുന്ന ഒരു മാഫിയ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണ്. അതിലോർത്തോണം, ഒരു മെറ്റഫോറിക്കൽ യൂസേജാണ്. അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. നിരപരാധികളെ ആഹരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നിരപരാധികളുടെ പിടിച്ചെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം തിന്നുന്നത് പോലെ, അപ്പം തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, രുചികരമായ ആഹാരം അപ്പം, അത് വിശപ്പൊതുക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിൻ്റെ വിശപ്പൊതുക്കുവാൻ തക്കവണ്ണം, നിൻ്റെ കുറവുകളെ മാറ്റുവാൻ തക്കവണ്ണം നീ ആഹരിക്കുന്നത്, നീ പിടിച്ചെടുക്കുന്നത് സാധാരണക്കാരെയാണെങ്കിൽ അത് ദുഃഖിക്കണം. ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും അനർഹമായിട്ടുള്ള സംഗതികൾ, എനിക്കും നിങ്ങൾക്കും ആവശ്യമില്ലാത്ത സംഗതികൾ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്താൽ, അവൻ്റെ വസ്തു പിടിച്ചെടുത്താൽ, അവൻ്റെ പണം പിടിച്ചെടുത്താൽ, സ്വർണം പിടിച്ചെടുത്താൽ, അവൻ എത്തേണ്ട വഴുത്താരകൾ, പദവികൾ പിടിച്ചെടുത്താൽ അവനെ കടിച്ചു പറിച്ച് തിന്നുന്നതിന് തുല്യമാണ്. അപ്പം തിന്നുമ്പോൾ നമ്മൾ ചവച്ചരച്ച് തിന്നും. ചവച്ചരച്ചില്ലെങ്കിൽ അത് ദഹിക്കത്തില്ല. പ്രിയമുള്ളവരെ ഓർത്തോണം, മനുഷ്യൻ്റെ മാംസം തിന്നുക എന്ന് പറയുന്നത് അതൊരു കാനിബാലിസമാണ്, നരഭോജിത്വമാണ്. ഈ നരഭോജിത്വം നമുക്കൊന്നും ഇഷ്ടമല്ല. ഒരു കാലത്ത് മനുഷ്യരെ തിന്നുന്നവരുണ്ടായിരുന്നു, ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. അവർ മറ്റുള്ള മനുഷ്യരെ കൊന്നു തിന്നുമായിരുന്നു. ആഫ്രിക്കയിലുള്ള പല ഗോത്ര വിഭാഗക്കാരും മനുഷ്യരെ തിന്നുന്നവരായിരുന്നു. ഇന്നത്തെ സാഹചര്യം അങ്ങനെയുള്ളവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നില്ല. എങ്കിലും ഓർത്തോണം പ്രിയമുള്ളവനെ, നിൻ്റെ സഹോദരൻ്റെ 1 സെൻറ്റ് വസ്തു, 1000 രൂപ, അവനിരിക്കേണ്ട കസേര, അവനെത്തേണ്ട പദവി, അത് കളയുവാൻ തക്കോണം നീ ശ്രമിച്ചാൽ ആ മനുഷ്യൻ്റെ മാംസം കടിച്ചു പറിച്ച് തിന്നുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിനുവയിലെ ഐസക് എന്ന് പറയുന്ന ഒരു സന്യാസ പിതാവ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നീ നിൻ്റെ സഹോദരൻ്റെ കുറ്റം പറയുകയാണെങ്കിൽ, അവനെ നിസ്സാരനാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവൻ്റെ മാംസം വലിച്ചു പറിച്ചെടുത്ത് ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്ന്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവ വെളിപ്പാടിലൂടെ എത്ര ആഴമായിട്ട് പറയുന്നു, അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ പ്രത്യാശ കളയുന്നത്, സന്തോഷം കളയുന്നത്, സമാധാനം കളയുന്നത്, കുടുംബജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, അവൻ്റെ ഭാര്യയെ കാംക്ഷിക്കുന്നത്, അവൻ്റെ മക്കളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, സ്വഭാവത്തെ ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്നത്, ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഇതൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ശരീരത്തെ തിന്നുന്നതിന് തുല്യമാണ്. നീ അവനെ ആഹരിക്കുകയാണ്. മനുഷ്യമാംസം നിൻ്റെ ശരീരത്തിന് ഉതകത്തില്ല പ്രിയപ്പെട്ട സഹോദര. മനുഷ്യൻ്റെ ചോരയും നീരും നിനക്ക് കഴിക്കുവാനുള്ള ശക്തിയില്ല പ്രിയപ്പെട്ടവനെ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഓർത്തോണം, ദൈവമേ, അവന് ഭക്ഷിക്കുവാനുള്ള ആഹാരം കൊടുക്കുവാൻ ഞാൻ തയ്യാറാകണം. പട്ടിണിയും പരിവട്ടവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ അവന് രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു മാർഗമുണ്ടാകണം.
ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്താത്തൊരു ആത്മീയത ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതൊരു പ്രത്യേകമായ പഠിപ്പിക്കലാണ്. എന്ന് വെച്ചാൽ അന്ന് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ കഴിയുകയാണ്. യഹോവ തന്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ എന്നാണ് മറ്റു പരിഭാഷകളിൽ പറയുന്നത്. എന്നാൽ യഹോവ തന്റെ ജനത്തിൻ്റെ പ്രവാസം, അന്ന് പ്രവാസത്തിൽ കഴിയുന്ന ജനം, അത് മാറ്റുമ്പോൾ ഇനി ദുരിതത്തിൽ കഴിയുന്നവർ, പ്രതിസന്ധിയിൽ കഴിയുന്നവർ, അടിച്ചമർത്തലിൽ കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. യാക്കോബ് പിതാവാണ്, ഇസ്രായേൽ അവൻ്റെ പിൻഗാമികളെയും കൂടെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചേക്കുന്ന പദമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മറ്റൊരുവന് വേണ്ടി നീ ചെയ്യുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ പിതാവായ നിനക്ക് നന്മയാകും, നിൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമാകും, വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനിടയാകും. ആ ഒരു നന്മയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്ന അനുഭവം, ദുഷ്ടതയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മാറുന്ന അനുഭവം, നന്മയിലേക്ക് എത്തുന്ന അനുഭവം, അനേകരെ രക്ഷപ്പെടുത്തുന്ന ഒരനുഭവം, ഇതൊക്കെ കരഗതമാക്കുവാൻ ഈ സങ്കീർത്തന പഠനം നമ്മളെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.